അങ്ങ് കാഞ്ചീപുരം ഗ്രാമത്തിൽ 80 വയസ്സുള്ള ഗൗരി എന്നൊരു മുത്തശ്ശി ജീവിച്ചിരുന്നു. ആ മുത്തശ്ശിക്ക് 3 മക്കളാണുള്ളത്. 3 പേരും അങ്ങ് പട്ടണത്തിലാണ് താമസം. അങ്ങ് പട്ടണത്തിലെ ആർഭാടമായ ജീവിതം നയിക്കുന്നത് കൊണ്ട് തന്നെ അവർ 3 പേരും ഇപ്പോൾ കടക്കെണിയിലെ വക്കിലാണ്. പലിശയുടെ പലിശയും മറ്റും പെരുക്കി അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലായി. മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന മനസ്സായിരുന്നു ഗൗരി അമ്മയുടേത്. പക്ഷേ മക്കളെ സഹായിക്കുവാനുള്ള പണമൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഒരു ദിവസം മക്കൾ ഗൗരിയമ്മയെ സമീപിച്ചു. അമ്മേ, ഈ വീട് വിറ്റാൽ ഞങ്ങളുടെ കടങ്ങൾ കുറയും. അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാം. ഭർത്താവ് മരിച്ച ആ വലിയ തറവാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന അമ്മയ്ക്ക് തൻ്റെ മക്കൾ പറയുന്നത് ന്യായമായി തോന്നി. എന്നാലും തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ വീട് വിറ്റുപോകുമ്പോൾ ഗൗരിയമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു രാത്രി മക്കളുടെ സംഭാഷണം കേട്ട് ഗൗരിയമ്മയുടെ മനസ്സൊന്നു തകർന്നു. വിലപിടിപ്പുള്ളത് മാത്രം എടുക്കുക, ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചാൽ മതി. പുതിയ താമസക്കാർ വരുമ്പോൾ അവർ ആ ചവറിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ഇട്ടുകൊള്ളും എന്നാണ് അവർ പറഞ്ഞത്. മക്കൾ പറയുന്നത് കേട്ട് ഗൗരിയമ്മ ഒന്ന് ഞെട്ടി. എൻ്റെ വീടിൻ്റെ ഓർമ്മകളെല്ലാം ഇവർക്ക് എങ്ങനെയാണ് ചവറുകളാകുന്നത്? അവർ 3 പേരും എൻ്റെ അടുത്ത് കളിച്ചു വളർന്നു. പിന്നെ എങ്ങനെ അവർക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കുന്നു എന്ന് ഗൗരിയമ്മ ആലോചിച്ചു. അങ്ങനെ ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ മക്കൾ 3 പേരും വീട് വിൽക്കുന്നതിൻ്റെ പേപ്പറുകളെല്ലാമായി വന്നു. അമ്മേ, ഇവിടെ ഒപ്പിടുവാൻ എന്ന് ഗൗരിയമ്മയോട് പറഞ്ഞു. ഗൗരിയമ്മയുടെ ചങ്കൊന്ന് പിടച്ചു. എന്നാലും ഗൗരിയമ്മ ഒന്നും ഇടാതെ മക്കൾ തന്നെ സ്നേഹിക്കുന്നുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ആ പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്തു. അവരുടെ വസ്ത്രങ്ങളും മറ്റും ഗൗരിയമ്മ ഒതുക്കി വയ്ക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഗൗരിയമ്മയുടെ വസ്ത്രങ്ങളും മറ്റും ഒതുക്കി വെച്ചു. ഒരു ബാഗിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രം മതി. മൂത്ത മകൾ രാധ പറഞ്ഞു. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ്റെ ഫോട്ടോ, അച്ഛൻ്റെ സാധനങ്ങൾ, പഴയ അച്ഛൻ്റെ റേഡിയോ, ഇതൊക്കെ എവിടെ വയ്ക്കും എന്ന് ഗൗരിയമ്മ ചോദിച്ചു. അതൊക്കെ ചവറാണ്, അതൊന്നും വയ്ക്കാൻ ഞങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ല എന്ന് രാധ ദേഷ്യത്തിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗൗരിയമ്മയുടെ മനസ്സൊന്ന് ഇടറി. 2 ദിവസത്തിനുള്ളിൽ വീട് വിറ്റു. അമ്മ ഒരാഴ്ചയ്ക്കുള്ളിൽ വീട് ഒഴിയണം എന്ന് മക്കളായ രാധയും രാജനും രതികയും അമ്മയോട് പറഞ്ഞു. അമ്മ ഒറ്റയ്ക്കാകുകയില്ല. അമ്മയെ ഞങ്ങൾ നോക്കും. അമ്മയെ ഒരു കുറവും ഒന്നും തന്നെ ഉണ്ടാക്കുകയില്ല എന്ന് മക്കൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗൗരിയമ്മയ്ക്ക് സന്തോഷമായി. എന്നാൽ ആരുടെ വീട്ടിൽ അമ്മയെ താമസിപ്പിക്കും എന്നതിലായി അവർക്ക് തീരുമാനമുണ്ടായിരുന്നില്ല. ഓരോ ദിവസം ആ വലിയ തറവാട്ടിലെ ഓരോ മുറിയും തൊട്ട് തൻ്റെ മനസ്സിൽ നിറച്ചു. ഗൗരിയമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. താൻ ജീവിച്ച ഈ വീട്ടിൽ ഇനി താൻ ഉണ്ടാകുകയില്ല എന്ന് ഓർത്ത് ഗൗരിയമ്മ വിങ്ങിപ്പൊട്ടി. അങ്ങനെ ഓരോ മുറിയും ഹാളും ഗൗരിയമ്മ പതുക്കെ നോക്കി കണ്ടു. മനസ്സിൽ എന്തെന്നില്ലാത്ത സങ്കടമായി ഗൗരിയമ്മയുടെ. അങ്ങനെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ഗൗരിയമ്മയുടെ അയൽവാസിയും ഉറ്റ സുഹൃത്തുമായ ലക്ഷ്മിയോട് പറഞ്ഞു. ലക്ഷ്മി ഇതിനൊന്നും സമ്മതിച്ചില്ല. നിന്റെ വീട് വിറ്റാൽ പിന്നെ നിന്റെ മക്കളൊന്നും നോക്കുകയില്ല എന്നാണ് ഗൗരിയമ്മയോട് ലക്ഷ്മി പറഞ്ഞത്. എന്നാൽ ഗൗരിയമ്മ അതിന് മറുപടി പറഞ്ഞു. എൻ്റെ മക്കൾ എന്തായാലും എന്നെ തെരുവിൽ വലിച്ചെറിയുകയില്ല. അവരെന്നെ നല്ലതുപോലെ നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയമ്മ പതുക്കെ നടന്നു. അങ്ങനെ ഗൗരിയമ്മ പതുക്കെ നടന്ന് തൻ്റെ വീട്ടിൽ പോയി തൻ്റെ ബാഗുകളെല്ലാം പാക്ക് ചെയ്തു. ഒരു ചെറിയ സഞ്ചിയിൽ തൻ്റെ വിലപിടിപ്പുള്ള ഭർത്താവിൻ്റെ ഫോട്ടോയും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും മറ്റുമായി വെച്ചു. വീട് വിട്ടിറങ്ങിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ 3 പേരും വലിയ സന്തോഷത്തിലായിരുന്നു. അവർ 3 പേരും വീട് വിറ്റ പൈസ പങ്കിട്ടെടുത്തു. ഗൗരിയമ്മ ആദ്യം പോയത് രാധയുടെ വീട്ടിലാണ്. പട്ടണത്തിലെ വലിയ വീടാണ് രാധയുടെ. ഗൗരിയമ്മ അവിടെ താമസിച്ചു. എന്നാൽ വൈകാതെ മക്കൾ തമ്മിൽ അമ്മയുടെ പേരും പറഞ്ഞ് തർക്കത്തിലായി. മൂത്ത മകൾ രാധ രാജനെ വിളിച്ചു പറഞ്ഞു. ഇനി നിന്റെ ഊഴമാണ്. നീയാണ് ഇനി അമ്മയെ താമസിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഉടനടി രാജൻ പറഞ്ഞു, എനിക്ക് ഒരു ബിസിനസ് ടൂർ ഉണ്ട്. എനിക്കിപ്പോൾ അമ്മയെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അങ്ങനെ ഗൗരിയമ്മ അവസാനം പോയത് ഏറ്റവും താഴെയുള്ള മകളായ രാധികയുടെ വീട്ടിലാണ്. അങ്ങ് വലിയൊരു പട്ടണത്തിൽ വലിയൊരു വീടാണ് രാധികയുടേത്. നിറച്ച് മുറികളും അതുപോലെ തന്നെ വലിയ ഫർണിച്ചറുകൾ മറ്റുമായിട്ടുള്ള ആഡംബരമായിട്ടുള്ള വീടാണ് രാധികയുടേത്.
എന്നാൽ ഗൗരി അമ്മയ്ക്ക് അവിടെ കിട്ടിയത് ചെറിയൊരു സ്റ്റോർ റൂം പോലത്തെ മുറിയായിരുന്നു. രാധികയുടെ ഓഫീസിന് വേണ്ടി മുൻപ് ഉപയോഗിച്ച മുറിയാണ്. ചെറിയൊരു മുറി, ഒരു കട്ടിൽ മാത്രം ഇടുവാൻ സൗകര്യമുള്ള മുറി. എന്നാലും ഗൗരിയമ്മ അവിടെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. തൻ്റെ മക്കളുടെ ഒപ്പമാണല്ലോ താൻ ജീവിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗൗരിയമ്മ തൻ്റെ പഴയ പുതപ്പുകളും മറ്റും രാധികയ്ക്ക് കൊടുത്തു. ഇത് നീ എടുത്തു വീട്ടിൽ ഉപയോഗിച്ചോളൂ. ഉടനടി രാധിക അത് വലിച്ചെറിഞ്ഞു. ഇതൊക്കെ ചവറാണ്, ഇത്ര വലിയ വീട്ടിൽ ഈ ചവറുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് രാധിക പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗൗരിയമ്മയ്ക്ക് വളരെ സങ്കടമായി. ഗൗരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാധിക പറഞ്ഞു, ഇങ്ങനത്തെ ചവറുകളൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ ഗൗരിയമ്മ പതുക്കെ പതുക്കെ വളരെ സങ്കടത്തിലായി. രാധിക പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ പിന്നെയും പിന്നെയും ആലോചിച്ചു. എൻ്റെ മകൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറാൻ സാധിക്കുന്നു? എങ്ങനെയോ അമ്മയെ ഒരാഴ്ച അവിടെ നിർത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ രാധിക രാജനെ ഫോൺ വിളിച്ചു. ഇനി നിൻ്റെ ഊഴമാണ്, നിൻ്റെ ബിസിനസ് ടൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ, നീ വേഗം തന്നെ അമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, ഇനി നിൻ്റെ വീട്ടിൽ നിർത്തണമെന്ന് രാജനോട് രാധിക ദേഷ്യത്തിൽ പറഞ്ഞു. രാധികയ്ക്ക് എങ്ങനെയെങ്കിലും അമ്മ തൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നായിരുന്നു. എന്നാൽ രാജൻ്റെ ഭാര്യ പത്മിനിക്ക് ഗൗരിയമ്മയെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർ ഗൗരിയമ്മയെ കൊണ്ട് വീട്ടിലെ പണികളെല്ലാം ചെയ്യിപ്പിച്ചു. ഒരു രാത്രി പത്മിനിയും രാജനും പറയുന്നത് ഗൗരിയമ്മ കേട്ടു. നിങ്ങളുടെ അമ്മയുടെ പെൻഷനൊന്നും ഇവിടെ ഒരൊറ്റ വസ്തുവിന് തികയുകയില്ല. നിങ്ങളുടെ അമ്മയുടെ തുച്ഛമായിട്ടുള്ള പെൻഷൻ എന്തിനു കൊള്ളും? അതുമാത്രമല്ല, എനിക്ക് നിങ്ങളുടെ അമ്മയെ കാണുന്നതേ ദേഷ്യമാണ് എന്ന് പത്മിനി രാജനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗൗരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗൗരിയമ്മ മുറിയിൽ പോയിരുന്നു. താൻ ചെയ്തത് എത്രയോ വലിയ മണ്ടത്തരമാണ്. താൻ മക്കൾ പറഞ്ഞപ്പോൾ ഉടനടി ആ വീട് വിൽക്കരുതായിരുന്നു എന്ന് ഗൗരിയമ്മ ആലോചിച്ചു. അങ്ങനെ രാജനും പത്മിനിയും ഇല്ലാത്ത ദിവസം നോക്കി ഗൗരിയമ്മ ആ വീട് വിട്ട് ഇറങ്ങി. ഉടനടി മക്കളുടെ വിളികൾ വന്നു. അമ്മ എവിടെ പോയതാണ്? അമ്മ എന്തിനാണ് പോയത്? എന്നാൽ 3 പേരും അമ്മയെ തിരിച്ച് വിളിച്ചില്ല. അവർ അമ്മയെ ദേഷ്യത്തിൽ അമ്മയോട് വർത്താനം പറഞ്ഞു ഫോണിലൂടെ. അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ ഗൗരിയമ്മയ്ക്ക് വളരെ സങ്കടമായി. തൻ്റെ കൂട്ടുകാരത്തിയായ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകാമെന്നാണ് ഗൗരിയമ്മ വിചാരിച്ചത്. അങ്ങനെ ഗൗരിയമ്മ റോട്ടിലൂടെ പതുക്കെ പതുക്കെ നടന്നു. പക്ഷേ ക്ഷീണിതയായ ഗൗരിയമ്മ അവിടെ ഒരു റോഡരികിൽ ഒരു ബെഞ്ചിൽ തളർന്നു കിടന്നു. അങ്ങനെ ആ ബെഞ്ചിൽ തളർന്നു കിടന്ന ലക്ഷ്മിയമ്മ പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഒരു വലിയൊരു മുറിയിലെ റൂമിലായിരുന്നു. അവിടെ തൻ്റെ ഒപ്പം ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ ഗൗരിയമ്മയോട് ചോദിച്ചു, ഞാൻ അമ്മയെ മുത്തശ്ശി എന്ന് വിളിക്കട്ടെ? എനിക്ക് മുത്തശ്ശിയില്ല, എനിക്ക് മുത്തശ്ശികളെ വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഉടനടി അവിടേക്ക് ഒരു യുവതിയും കടന്നു വന്നു. എൻ്റെ പേര് മീര, എൻ്റെ ഭർത്താവാണ് അമ്മയെ രക്ഷിച്ചത്. അമ്മ അങ്ങ് റോഡരികിൽ വളരെ അവശയായി കിടക്കുകയായിരുന്നു, ബോധമില്ലാതെ. ഉടനടി തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അമ്മ നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. ഇത് കേട്ടന് ഉടനെ തന്നെ ഗൗരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗൗരിയമ്മ തൻ്റെ കഥകളെല്ലാം മീരയോട് പറഞ്ഞു. മീരയ്ക്ക് ഇതെല്ലാം കേട്ടപ്പോൾ സങ്കടമായി. അമ്മ വിഷമിക്കേണ്ട, ഇനി അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാം. ഞങ്ങൾ നോക്കിക്കൊണ്ട് അമ്മയെ മറ്റെവിടേക്കും ഞങ്ങൾ വിടുകയില്ല എന്ന് മീര സന്തോഷത്തിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗൗരിയമ്മയ്ക്കും സന്തോഷമായി. അപ്പോഴാണ് ആ വീട്ടിലേക്ക് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നത്. രാജേന്ദ്രൻ ദേഷ്യത്തിൽ ആ യുവാവിനോട് പറഞ്ഞു, നിങ്ങൾ 5 മാസത്തെ വാടക അടയ്ക്കുവാനുണ്ട്. ഉടനെ തന്നെ വാടക അടച്ചില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞു. എന്ന് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ ആ വീട് വിട്ടിറങ്ങി. ഇത് കേട്ടപ്പോൾ ആ അമ്മ വേഗം അമ്മയുടെ കയ്യിലിരിക്കുന്ന ചെറിയ ചെറിയ ആഭരണങ്ങളും മറ്റും മീരയ്ക്കും മീരയുടെ ഭർത്താവിനും കൊടുത്തു. പക്ഷെ അവർ 2 പേരും അത് സ്വീകരിച്ചില്ല. പിന്നീട് ആ ഗൗരിയമ്മ പറഞ്ഞു, അങ്ങ് കടലിൻ്റെ അവിടെ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ചെറിയൊരു വീട് വയ്ക്കാം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ആഭരണങ്ങൾ, നിങ്ങളിത് സ്വീകരിക്കണം. എൻ്റെ ഭർത്താവ് എനിക്ക് തന്ന ആഭരണങ്ങളാണിത്. അവിടെ ഒരു വീട് വയ്ക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ മീരയും അവളുടെ ഭർത്താവും അങ്ങ് കടലരികിൽ അമ്മയുടെ സ്ഥലത്ത് നല്ലൊരു വീട് വെച്ചു. അങ്ങനെ അവർ 3 പേരും അവിടെ സന്തോഷത്തിൽ കഴിഞ്ഞു. അങ്ങനെയിരിക്കെയാണ് ഗൗരിയമ്മയുടെ മൂത്ത മകളായ രാധ അവിടേക്ക് കടന്നു വരുന്നത്. അമ്മയ്ക്ക് കടൽ തീരത്ത് ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് എന്താ ഞങ്ങളോട് മുൻപ് പറയാഞ്ഞത്? അമ്മ ഒന്നില്ലെങ്കിൽ ഈ സ്ഥലം ഞങ്ങളുടെ പേരിൽ എഴുതി തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. ആ പൈസ അമ്മ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് രാധ ഗൗരിയമ്മയോട് പറഞ്ഞു.
ഗൗരിയമ്മ ഇതെല്ലാം കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ പതുക്കെ ആ വീട്ടിലേക്ക് നടന്നു പോകുകയാണ് ചെയ്തത്. ഗൗരിയമ്മയ്ക്ക് രാധ വന്നതോ ഇഷ്ടമായില്ല. രാധ ഈ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ ഗൗരിയമ്മയ്ക്ക് ഇഷ്ടമായില്ല. ഗൗരിയമ്മ പതുക്കെ ആ വലിയ വീട്ടിലേക്ക് നടന്നു നീങ്ങി. രാധ താൻ ചെയ്ത കാര്യങ്ങളെല്ലാം ആലോചിച്ചു കൊണ്ട് തന്നെ അവിടെ നിന്ന് വിഷമിച്ച് യാത്രയായി. അങ്ങനെ ഗൗരിയമ്മയും മീരയുടെ ഭർത്താവും കുട്ടിയും ഗൗരിയമ്മയും അവിടെ സന്തോഷത്തോടു കൂടി തന്നെ കാലങ്ങളോളം ജീവിച്ചു. ഇപ്പോൾ ഗൗരിയമ്മ വളരെ സന്തോഷത്തിലാണ്.